എന്നോട് കുറേ ദിവസങ്ങളായിട്ട് കമൻറ്റ് ബോക്സിൽ ഒരാൾ ഒന്നോ രണ്ടോ ഒക്കെ പേര് ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. KG സ്റ്റുഡൻസിനോട് സംസാരിക്കാൻ പറ്റുന്ന കുറച്ച് സെൻറ്റൻസുകൾ തരുമോ എന്ന്. അപ്പോൾ ആ സെൻറ്റൻസുകളൊക്കെ KG സ്റ്റുഡൻസിനോടും സംസാരിക്കാൻ കഴിയുന്നതാണ്. പ്ലസ് ഇന്ന് ഞാൻ കുറച്ച് സെൻറ്റൻസുകൾ, അതായത് കുട്ടികൾക്ക് കുട്ടികളൊക്കെ പഠിക്കാനിരിക്കും, അവർ മോട്ടിവേറ്റ് ചെയ്ത് സംസാരിക്കാൻ വേണ്ടി പറ്റുന്ന രീതിയിലുള്ള KG സ്റ്റുഡൻസ് അടക്കം അവരോട് സംസാരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കുറച്ച് സെൻറ്റൻസുകളാണ് ഇന്ന് നിങ്ങൾക്ക് തരുന്നത്. നിങ്ങൾക്കൊക്കെ പ്രയോജനപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ സമയം പോലെ തന്നെ മുഴുവൻ കണ്ട് പഠിക്കാൻ വേണ്ടി എഗെയിൻ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞ് പഠിക്കാൻ വേണ്ടി ശ്രമിക്കാം. അപ്പോൾ നമ്മൾ കുട്ടികളൊക്കെ പഠിക്കാനിരിക്കുമ്പോൾ നമ്മൾ കുട്ടികളോട് ചോദിക്കും, നീ എന്താണ് പഠിക്കുന്നത്? വാട്ട് ആർ യു സ്റ്റഡിയിങ് ടുഡേ? ഇന്ന് നീ എന്താണ് പഠിക്കുന്നത്? വാട്ട് ആർ യു സ്റ്റഡിയിങ് ടുഡേ? ഇന്ന് എന്താണ് പഠിക്കുന്നത്? ഇനി നമ്മൾ കൊച്ചു കുട്ടികളൊക്കെ ആണെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ കളിക്കാൻ പോകാൻ വേണ്ടി തിരക്കാം. അപ്പോൾ നമ്മൾ പറയും, ഇപ്പോൾ ഇതിൽ ശ്രദ്ധിക്കുക, നമുക്ക് ഇച്ചിരി കഴിയുമ്പോൾ കളിക്കാം. അപ്പോൾ നമ്മൾ എങ്ങനെ പറയും? ലെറ്റ്സ് ഫോക്കസ് നൗ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക. വി ക്യാൻ പ്ലേ ലേറ്റർ, നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് കളിക്കാം. അപ്പോൾ എങ്ങനെ പറയുക? ലെറ്റ്സ് ഫോക്കസ് നൗ, വി ക്യാൻ പ്ലേ ലേറ്റർ. കുറച്ച് സമയം കഴിയുമ്പോൾ നമുക്ക് കളിക്കാൻ കഴിയും. സെൻറ്റൻസിൻ്റെ അർത്ഥമായിട്ട് നോക്കുമ്പോൾ അങ്ങനെയാണ്. പക്ഷെ നമ്മൾ പറയണത് എങ്ങനെയാണ്? കുറച്ച് കഴിയുമ്പോൾ നമുക്ക് കളിക്കാം. വി ക്യാൻ പ്ലേ ലേറ്റർ, ലെറ്റ്സ് ഫോക്കസ് നൗ. ഇപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് കളിക്കാം. വി ക്യാൻ പ്ലേ ലേറ്റർ. ഇനി നമ്മൾ കുട്ടികളെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചോദിക്കും, ഡു യു അണ്ടർസ്റ്റാൻഡ് ദിസ് പാർട്ട്? ഈ ഭാഗം നിനക്ക് മനസ്സിലായോ? ഡു യു അണ്ടർസ്റ്റാൻഡ് ദിസ് പാർട്ട്? ഈ ഭാഗം നിനക്ക് മനസ്സിലായോ? പിന്നെ നമ്മൾ കുട്ടികളോട് ചോദിക്കുകയാണ്, കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ അമ്മമാരൊക്കെ ആണെങ്കിൽ പറഞ്ഞു കൊടുത്തിട്ട് അങ്ങോട്ട് മാറിപ്പോകും. അപ്പോൾ നമ്മൾ എന്ത് പറയും? ആവശ്യമുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി എന്ന് നമ്മൾ പറയും. അതെങ്ങനെ പറയാം? നിങ്ങൾ തന്നെ ഒന്ന് സെൻറ്റൻസ് ആക്കി നോക്കൂ. ആവശ്യമുണ്ടെങ്കിൽ, ഇഫ് യു നീഡ് ഹെൽപ്പ് ജസ്റ്റ് ആസ്ക് മീ. ആവശ്യമുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി. ഇഫ് യു നീഡ് ഹെൽപ്പ് ജസ്റ്റ് ആസ്ക് മീ. ഇഫ് യു നീഡ് ഹെൽപ്പ് ജസ്റ്റ് ആസ്ക് മീ. ആവശ്യമുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. പിന്നെ നമ്മൾ സംസാരിക്കുന്നതാണ്. നമ്മൾ കുട്ടികൾ എന്തെങ്കിലുമൊക്കെ നല്ലത് എഴുതിയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ കൊച്ചുകുട്ടികളാണെങ്കിൽ നമ്മൾ അവരോട് പറയും, നീ ചെയ്തത് നന്നായി എന്നൊക്കെ നമ്മൾ പറയല്ലേ. അപ്പം എന്തെങ്കിലും പറയും, യു ആർ ഡൂയിങ് ഗ്രേറ്റ്, നന്നായിട്ട് ചെയ്യാണ് നീ, കീപ്പ് അപ്പ് ദ ഗുഡ് വർക്ക്. ഈ ജോലികളൊക്കെ നീ സൂക്ഷിക്കുക. നമ്മൾ കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്ത് സംസാരിക്കുകയാണെന്ന് പറയാം അല്ലേ. കൊച്ചുകുട്ടികളൊക്കെ എഴുതണമെങ്കിൽ നമ്മൾ ഇങ്ങനെയൊക്കെ പറയണം. അപ്പോൾ ഇങ്ങനെയൊക്കെ പറയാൻ വേണ്ടി ശ്രമിക്കുക. യു ആർ ഡൂയിങ് ഗ്രേറ്റ്, നീ നല്ല കാര്യങ്ങളാണ് ചെയ്യുന്നത്, നല്ലതാണ് ചെയ്തത്, എഴുതിയൊക്കെ കഴിയുമ്പോൾ അങ്ങനെയൊക്കെ പറയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ദെൻ ഇനി നമ്മൾ പറയും, കളിക്കാൻ പോട്ടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ എന്ത് പറയും? ഈ ഒരു പാഠം പഠിച്ചിട്ട് നമുക്ക് ബ്രേക്ക് എടുക്കാം, നമുക്ക് കളിക്കാം എന്നൊക്കെയാണെങ്കിൽ നമുക്ക് എങ്ങനെ പറയും? Let's take a short break after this chapter. Let's take a short break after this chapter. ഈ ചാപ്റ്ററിന് ശേഷം നമുക്കൊരു ചെറിയ വിശ്രമ സമയം എടുക്കാം. Let's take a short break after this chapter. ഈ ചാപ്റ്ററിന് ശേഷം. How much more do you need to finish? How much more do you need to finish? ഇത് ഫിനിഷ് ചെയ്യാൻ, അല്ലെങ്കിൽ ഈ പാഠം പഠിച്ച് തീർക്കാൻ ഇനി നിനക്ക് കൂടുതലായിട്ട് എന്തൊക്കെ വേണം? എത്ര സമയം എടുക്കും? ഹൗ മച്ച്, എത്ര സമയം എടുക്കും ഇനി ഇത് പഠിച്ച് തീർക്കാൻ? നമ്മൾ അതൊക്കെ എപ്പോഴും കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ചോദിക്കുന്ന ഒരു സമയമാണ്. ഇനി ചില കുട്ടികൾ പറയും, എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുകയാണെങ്കിൽ നമ്മൾ എന്താ പറയുക? പരമാവധി ശ്രമിക്കുക, അതാണ് ഏറ്റവും വലിയ കാര്യം. നമ്മൾ ശ്രമിക്കുക നന്നായിട്ട്, അതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയും. എങ്ങനെ പറയും? ട്രൈ യുവർ ബെസ്റ്റ്. ട്രൈ യുവർ ബെസ്റ്റ്. നീ നിന്റെ പരമാവധി ശ്രമിക്കുക. ട്രൈ യുവർ ബെസ്റ്റ്, പരമാവധി ശ്രമിക്കുക എന്ന് നമ്മൾ കുട്ടികളോട് പറയും. റിമെമ്പർ വാട്ട് വി ലേൺഡ് യെസ്റ്റർഡേ അബൌട്ട് ദിസ്. ഇതിനെക്കുറിച്ച് നമ്മൾ ഇന്നലെ പഠിച്ചത് നീ ഓർക്കുന്നുണ്ടോ? റിമെമ്പർ വാട്ട് വി ലേൺഡ് യെസ്റ്റർഡേ അബൌട്ട് ദിസ്. ഇതിനെക്കുറിച്ച് നമ്മൾ പഠിച്ചത് നീ ഓർക്കുന്നുണ്ടോ? ഇവിടെ ഡു ഒന്നും നമ്മൾ ചേർത്തിട്ടില്ല, നമ്മൾ സിമ്പിളായിട്ടാണ് സംസാരിക്കുന്നത്. റിമെമ്പർ വാട്ട് വി ലേൺഡ് യെസ്റ്റർഡേ അബൌട്ട് ദിസ്. പിന്നെ നമ്മൾ പറയും, യു ആർ മേക്കിംഗ് ഗുഡ് പ്രോഗ്രസ്. കുട്ടികൾ മാർക്ക് കുറഞ്ഞ കുട്ടികൾ മാർക്കും കൊണ്ടൊക്കെ വരുമ്പോൾ നമുക്ക് പറയാൻ പറ്റും, യു ആർ മേക്കിംഗ് ഗുഡ് പ്രോഗ്രസ്. ഈ മേക്ക് ഷുവറിൻ്റെ ഒക്കെ ക്ലാസ് ഞാൻ എടുത്തതാണ്, അതിൻ്റെ ലിങ്ക് തരാം, നിങ്ങൾ അതൊന്ന് കേട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. പിന്നെ നമ്മൾ കുട്ടികളോട് പറയേണ്ടതാണ്, ലെറ്റ്സ് ട്രൈ ദിസ് വൺ മോർ ടൈം. ലെറ്റ്സ് ട്രൈ ദിസ് വൺ മോർ ടൈം. കുറച്ചു നേരം കൂടെ ഇത് ശ്രമിക്കുക. നമ്മളൊരു ബുദ്ധിമുട്ടുള്ള ഒരു ഏരിയ ആയിരിക്കും. അപ്പം നമുക്ക് കുട്ടികളോട് പറയാം, ലെറ്റ്സ് ട്രൈ ദിസ്
മോർ ടൈം, കൂടുതൽ സമയം എടുത്തിട്ട് ഒന്നും കൂടി ഇതൊന്ന് ശ്രമിക്കുക. ലെറ്റ്സ് ട്രൈ ദിസ് വൺ മോർ ടൈം. വാട്ട് ഈസ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ്? മുതിർന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ പഠിച്ചിട്ട് എഴുന്നേറ്റ് പോകുമ്പോൾ നമ്മൾ ചോദിക്കും വാട്ട് ഈസ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ്, എന്താണ് ഇനി അടുത്ത പരിപാടി? അല്ലെങ്കിൽ പഠിത്തം കഴിഞ്ഞിട്ട് ചോദിക്കും വാട്ട് ഈസ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ്, എന്താണ് അടുത്ത പരിപാടി? അത് സിറ്റുവേഷൻ അനുസരിച്ച് ചോദിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. അപ്പോൾ ഈ സെൻറ്റൻസുകളൊക്കെ നിങ്ങൾ കൂടെ പറയണം കേട്ടോ. ഇനി യു ആർ ഡൂയിങ് വെരി വെൽ എന്ന് നമ്മൾ കുറേ വട്ടം പറഞ്ഞു, യു ആർ ഡൂയിങ് വെരി വെൽ. ഇനി ടേക്ക് യുവർ ടൈം, നോ നീഡ് ടു റഷ്. തിരക്ക് പിടിച്ച് പഠിക്കുമ്പോൾ നമ്മൾ പറയേണ്ട ഒരു കാര്യമാണ് ടേക്ക് യുവർ ടൈം, നിന്റെ സമയം എടുക്കുക. നോ നീഡ് ടു റഷ്, തിരക്ക് പിടിക്കേണ്ട ആവശ്യമില്ല. ആ ഒരു വാക്ക് തന്നെ പഠിച്ച് വെക്കുക. നോ നീഡ് ടു റഷ്, തിരക്ക് പിടിക്കേണ്ട ആവശ്യമില്ല. നോ നീഡ് ടു റഷ്, തിരക്ക് പിടിക്കേണ്ട ആവശ്യമില്ല. ക്യാൻ യു എക്സ്പ്ലെയിൻ ദീസ് ടു മീ, എന്നോട് നിനക്ക് ഇതൊന്ന് വിവരിക്കാമോ? ചിലപ്പോൾ നമ്മൾ മാത്സ് ഒക്കെ കുട്ടികൾ ചെയ്ത് കാണിക്കും, ഇതെങ്ങനെ നിനക്ക് കിട്ടി പറയുന്നേ എന്ന് പറയുന്നത് എങ്ങനെയാണ്? ക്യാൻ യു എക്സ്പ്ലെയിൻ ദീസ് ടു മീ, എൻ്റെ അടുത്ത് നിനക്ക് ഇതൊന്ന് വിവരിക്കാമോ? ക്യാൻ യു എക്സ്പ്ലെയിൻ. ഇനി ലെറ്റ്സ് ചെക്ക് യുവർ ആൻസർ ടുഗദർ, നമുക്ക് ഒന്നിച്ച് ചെക്ക് ചെയ്യാം. ലെറ്റ്സ് ചെക്ക് യുവർ ആൻസേഴ്സ് ടുഗദർ, ഒന്നിച്ച് നിന്റെ ഉത്തരങ്ങളൊക്കെ നമുക്ക് നോക്കാം. നമ്മൾ ചിലപ്പോൾ കുട്ടികൾ പഠിക്കാൻ ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം നമുക്ക് പറയണം ഡോണ്ട് വറി if it's difficult, learning takes time. Don't worry if it's difficult ആണെങ്കിലും വിഷമിക്കുകയൊന്നും വേണ്ട. takes time, സമയമെടുത്ത് പഠിക്കുക. takes time. ഇതൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള സെൻറ്റൻസ് ആണ്. ഇതിൻ്റെ ആവശ്യം നിങ്ങൾക്കുണ്ടോ എന്ന് പോലും എനിക്കറിയില്ല. എങ്കിലും കുറേ പേര് ചോദിച്ചതിൻ്റെ പേരിൽ മാത്രമാണ് നിങ്ങൾക്കിത് ഞാൻ തന്നത്. അറിയത്തില്ലാത്തവരുണ്ട് എങ്കിൽ വീണ്ടും 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 നിങ്ങൾ പറഞ്ഞ് പഠിക്കാം. എന്നിട്ട് ഇതേപോലെ കുറേ സെൻറ്റൻസുകൾ നിങ്ങൾ സ്വയം ക്രിയേറ്റ് ചെയ്യുക. ഇതിപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചിട്ട് എനിക്ക് കിട്ടിയ കുറച്ച് സെൻറ്റൻസുകൾ ഈ പേപ്പറിൽ എഴുതി വെച്ചിട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരികയാണ് ഞാൻ ചെയ്തത്. നമ്മൾ പഠിപ്പിച്ചുകൊണ്ടൊക്കെ ഇരിക്കുമ്പോൾ കുട്ടികളോട് നമ്മൾ എന്താ സംസാരിക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പേപ്പറിൽ എഴുതി വെക്കുക. എന്നിട്ട് അത് നിങ്ങൾ പറഞ്ഞ് കുട്ടികളോട് പറയാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. നമുക്കിനി അടുത്ത ദിവസം വീണ്ടും കാണാം.